ആദ്യ വീക്കെൻഡ് പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കേറിയ ഫാവര ചിത്രം അനോമി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അനോമി എന്ന് പറയുന്ന മലയാള സിനിമയുടെ ആദ്യ 4 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിൻ്റെ സ്വന്തം ഭാവനയും റഹ്മാനും ഒന്നിച്ച ചിത്രമായിരുന്നു അനോമി എന്ന് പറയുന്ന സിനിമ. ഇവരോടൊപ്പം തന്നെ ഷെബിൻ ബെൻസൺ, വിഷ്ണു അഗസ്ത്യ, ബിനു പപ്പു, അർജുൻ രാജ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് റിയാസ് മാരാത്ത് അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണങ്ങൾ തേടി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചിത്രം ഒരു സ്കൈഫൈ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു. ചിത്രം കേരള ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നൊരു കാഴ്ചയാണ് നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലേഡി ഹീറോയിൻ കഥയായതുകൊണ്ട് തന്നെ ഫാമിലി പ്രഷർ ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ആദ്യ വീക്കെൻഡിൽ തന്നെ കേരള ബോക്സ് ഓഫീസിന് 1 കോടി പിന്നിടാൻ സാധിച്ചപ്പോൾ വർക്കിംഗ് ഡേ ചിത്രം നേരിയ തോതി ബോക്സ് ഓഫീസിൽ കളക്ഷൻ ഇടിവുണ്ടാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച ദിവസം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 20 ലക്ഷത്തിന് മുകളിൽ കളക്ഷനുള്ള ഒരു കളക്ഷനാണ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയുള്ള അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് വന്നൊരു ചിത്രം തന്നെയാണ് അനോമി എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിലും ഒരുപക്ഷെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രമായതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ കത്തിക്കയറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അപ്പോൾ അനോമി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.